ഭഗവാനിവിടെ സാഖ്യായോഗത്തിൽ ആദ്യ അധ്യായത്തിൽ ആദ്യ ഭാഗം, സാഖ്യായോഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അർജുനൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുവിധം മനസ്സിലാക്കി അദ്ദേഹത്തിന്. അർജുനന് ഇപ്പോഴും ടിൽറ്റിംഗ് മനസ്സാണ്, വേണോ വേണ്ടയോ എന്ന് മനസ്സാണ്. അപ്പോൾ അദ്ദേഹം അതിന് ഒരുവിധം നിശ്ചയിച്ചു. പിന്നെ അദ്ദേഹം എന്താ ചോദിക്കുന്ന, ശ്രീകൃഷ്ണനോട് കൃഷ്ണനോട് എന്താ ചോദിക്കുന്ന, കാപർണ്യദോഷോപഹത സ്വഭാവ പൃച്ഛ്വാമിത്ഥാം ധർമ്മസമൂഢഛേദ യത്ശ്രേയ ഞാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേകം ശാധിമാം പ്രപന്നം. അത് എന്താ പറയണ, സ്വഭാവദോഷം കൊണ്ടുള്ള അജ്ഞത കൊണ്ട്, അതായത് മനസ്സിലുള്ള ദുഃഖം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു വശം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഇപ്പോഴും ഞാൻ സ്ഥിര ബുദ്ധിയിലുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് ഏത് പറഞ്ഞു തന്ന് ഏത് ഞാൻ ചെയ്താൽ നല്ലതായിരിക്കുമോ അത് എനിക്ക് ഉപദേശിക്കൂ ഗുരുവേ എന്ന് അദ്ദേഹം പറഞ്ഞു. ശിഷ്യഗുരുവിൻ്റെ ഒരു പ്രത്യേക ഇതാണ് ഇവിടെ കാണുന്നത്. ഗുരുശിഷ്യ ബന്ധം എങ്ങനെയിരിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ശ്ലോകം. കാപർണ്യദോഷോപഗത സ്വഭാവ പൃച്ഛ്വാമിത്തം ധർമ്മസമൂഢഛേദ യത്ശ്രേയൻ സഞ്ജാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേകം സ്വാധിമാം പ്രപന്നം. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ശിഷ്യനായ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, നീ എൻ്റെ ഗുരുവാണ്. നോക്കൂ, ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ്. അപ്പോൾ ഗുരുവിൻ്റെ പ്രധാന കർമ്മം എന്താണ്? ശിഷ്യനെ നല്ല രീതിയിലേക്ക് നയിക്കുക എന്നാണ് യഥാർത്ഥ ഗുരുവിൻ്റെ ഇത്. ഇവിടെ തന്നെ രണ്ട് ഗുരുവായി നമുക്ക് കണക്കാക്കാം. ഒന്ന്, അപ്പുറത്ത് നിൽക്കുന്ന ഗുരുക്കൾ, അല്ലെ ശത്രുസൈന്യത്തിൽ നിൽക്കുന്ന അവരും ഗുരുക്കളാണ്. പക്ഷെ അവരാരും ഇദ്ദേഹത്തിന് നല്ല വഴിക്ക് നയിക്കാനുള്ള ഉപദേശങ്ങൾ നൽകിയില്ല. ഇവിടെ ശ്രീകൃഷ്ണനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ നിൻ്റെ ശിഷ്യൻ, നീ എൻ്റെ ഗുരു, അതുകൊണ്ട് എനിക്ക് ഏത് നല്ലതാണോ അത് ഉപദേശിച്ചു തരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ ഗുരുവായിട്ടും ശ്രീകൃഷ്ണൻ ഗുരുവായിട്ടും അർജുനൻ ശിഷ്യനായിട്ടാണ് ഇരിക്കുന്നത്. ശിഷ്യനെ നല്ല വഴിക്ക് നയിക്കേണ്ടത് ഗുരുവിൻ്റെ കടമയാണ്. അത് ശിഷ്യൻ്റെ ഒപ്പം ഇരുന്നിട്ട് അടിക്കുന്നവരുണ്ട്, അത് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ഗുരുവിൻ്റെ കർമ്മം എന്താണ്? ശിഷ്യന് ഏതാണോ നല്ലത് അത് ഉപദേശിക്കുക എന്നാണ്. അതിന് തമുവാച ഋഷീകേശ പ്രഹസന്നിഭ ഭാരത സേനയോരുമയ മധ്യേ വിഷേധം നിലമദ്ഭീം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അവിടെ ഇരുന്നു എന്ന് സഞ്ജയൻ പറയുന്നതാണ് ഇത്. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ അതിന് പറയുന്നത് എന്താണ്? അശോച്യാന്യശോശസ്ത്രം പ്രജ്ഞാവാതാം ച ഭാഷതേ ഗതാസൂനഗതാസുഞ്ചം ജ്ഞാനുശോചന്തി പണ്ഡിത. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ പറ്റി ദുഃഖിക്കുന്നു. അതിനെന്താ കാരണം? ദുഃഖിക്കാൻ പാടില്ലാത്തവരെ പറ്റി ദുഃഖിക്കുന്നു, ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരെ പറ്റി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് ആ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇനി നീ ദുഃഖിക്കാൻ പാടില്ല. എന്താ ഈ ദുഃഖിക്കാൻ പാടില്ല? ഞാൻ എടുത്തെടുത്ത് പറയണം, ദുഃഖിക്കാൻ പാടില്ല. ആദ്യം പറഞ്ഞു യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ദുഃഖിക്കാൻ പാടില്ല എന്നാണ്. യഥാർത്ഥ ഒരു യോദ്ധാവായിരുന്നെങ്കിൽ അയാൾ ദുഃഖമില്ലാതെ പറയേണ്ടിയിരുന്നു. എന്താ, തൻ്റെ ഇടത്തോടുകൂടി പറയേണ്ടിയിരുന്നു, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന്. അത് പറഞ്ഞോ? ഇല്ല. ഇവിടെ എന്താ ചെയ്ത്? ദുഃഖിച്ച് ഗാന്ധീവം സംസതേസ്താത്വൈവ പരിചയതയെന്ന് പറഞ്ഞ് എൻ്റെ ശരീരം വിയർക്കുന്നു, രോമങ്ങൾ കിറയ്ക്കുന്നു, ഗാന്ധീവം താത്തു എന്ന് പറഞ്ഞ് ഒരു താഴ്ത്തിരുന്നു ഒരു അർജുനൻ, ഒരു യോദ്ധാവ്, ലോകം അംഗീകരിക്കുന്ന ഒരു യോദ്ധാവ് പറയുന്ന വാക്കാണ്. അയാൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ദുഃഖം രണ്ട് വിധത്തിൽ ബാധിക്കും. ഒന്ന്, ചെറിയ ദുഃഖങ്ങളെ കണ്ടാൽ മനുഷ്യൻ തളരുന്ന, ഒന്ന് വലിയ ദുഃഖങ്ങളെ കണ്ടാലും മനുഷ്യൻ തളരും. രണ്ടും. അപ്പോൾ ഏത് ദുഃഖം ഏത് വിധത്തിൽ എന്തുകൊണ്ട് നീ ദുഃഖിക്കാൻ പാടില്ല
എന്തുകൊണ്ട് നീ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതിനെ അദ്ദേഹം മനസ്സിനെയും ശരീരത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉദാഹരണമാക്കി കൊണ്ട് പറയണം. അപ്പോൾ ഈ ഇയാൾ ദുഃഖിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അർത്ഥം എന്താണ്? അയാൾ ആ ശരീരം മരിക്കും, അല്ലെങ്കിൽ അവരെ കൊല്ലുന്ന അവരുടെ ശരീരം അവരെ കൊല്ലും, അവരുടെ ശരീരം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇയാളെ ഭാർഗവനെ കൊല്ലുന്ന സമയത്ത് അയാൾ സ്വയം മരിക്കപ്പെടും എന്ന് ശരീരത്തെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വ്യക്തമായ അർത്ഥമാണ് അതിന്. അപ്പോൾ അതിനാണ് ഭഗവാൻ പറയുന്നത്, ശരീരത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതാ ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാത്രി ധീരസത്യനമുഹ്യതേ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര, ഈ 3 സ്വാധീനങ്ങൾ ശരീരത്തിൽ എങ്ങനെ വന്നു പോകുന്നു, അതുപോലെ തന്നെ ആത്മാവ് ശരീരത്തിലുണ്ട്, ആത്മാവ് ശരീരത്തിൽ വന്നു പോകുന്നു. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട, ആത്മാവിനെ പറ്റി ശരീരത്തെ പറ്റി ദുഃഖിക്കേണ്ട, ശരീരം പോവും തീർച്ചയാണ്, ആത്മാവ് പോവില്ല. അപ്പോൾ ആത്മാവിനെയും ശരീരത്തിനെയും ബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ കാട്ടിക്കൊടുക്കണം. രണ്ടാമത്തെ പറയുന്ന എന്താണ്? മാത്രാത്മസ്കോന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാപായുനോ നിത്യം സംസതിക്ഷത് സ്വഭാവരതാം. കാലാവസ്ഥകൾ, അതായത് ശീതോഷ്ണ ദുഃഖങ്ങൾ, ശീതവും ഉഷ്ണകാലവും ശീതകാലവും എല്ലാ കാലവും വസന്തകാലങ്ങളും എങ്ങനെ വന്നു പോകുന്നു, അതിനെ നിർത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വന്നു പോകുന്നു. വളരെ ക്ലിയറായില്ലേ ആത്മാവിൻ്റെ സ്ഥാനം? ഈ ലോകം മുഴുക്ക പരന്നു കിടക്കുന്നതാണ് ആത്മാവ്. ശരീരം ലോകം മുഴുക്ക പരന്നു കിടക്കുന്നില്ല. ശരീരം ഏകനാണ്. ഒരു ശരീരം 100 ശരീരം ഉണ്ടാവും. പക്ഷേ ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് ഒരു ശരീരത്തിൽ ഒരാത്മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാലാവസ്ഥകൾ പോലെ എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ശരീരത്തെ ബാധിക്കുന്നു. യം ഹിന വ്യതയാസക പുരുഷം പുരുഷസഭ സമദുഃഖ സുഗന്ധീരം സോമോമുത്യായതായത. സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഒരുപോലെ കാണണം. അതാണ് യഥാർത്ഥ മനുഷ്യൻ. അതാണ് മോക്ഷത്തിന് യോഗ്യനായ മനുഷ്യൻ. പ്രത്യേകിച്ച് ജ്ഞാനികൾ. സുഖത്തിനെയും ദുഃഖം വന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് തളരുക, സുഖം വന്നു കഴിഞ്ഞാൽ ഓഹോ എന്നിരിക്കുക. അതുപോലെയല്ല, രണ്ടിനെയും ഒരേ അവസ്ഥയിൽ കാണണം, ഒരേ കണ്ണുകൊണ്ട് കാണണം, ഒരേ ദൃഷ്ടിയിൽ കൊണ്ട് കാണണം. നമ്മൾ അതിന് ഒരു വ്യത്യാസങ്ങൾ കാണാൻ പാടില്ല. അവൻ മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ മനസ്സിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു. കഴിഞ്ഞോ? ഇല്ല. ന സതോ വിദ്യതേ ഭാവാനാഭാവോ വിദ്യതേ സദാ ഉഭയോരു വിദുഷ്ടന്താസ്തനിസ്ഥ. ഇല്ലാത്തതുണ്ട്, ഉണ്ടത് ഇല്ല. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇത് വീണ്ടും പറയുന്നതെന്ന് പകുതിയിൽ നിർത്തിയതുകൊണ്ട് ഒന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്നും ഇല്ല ഉള്ളത് ഇല്ല എന്നുള്ളതും നമ്മളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിശാനിത് അവിനാശിതു തദ്ബുദ്ധി യേന സർവമിതം തതം വിനാശമ വ്യവസ്യ ന കഞ്ചിത് കത്തുമർഹസി. ഇവിടെയാണ് ന കഞ്ചിത് കത്തുമർഹസി. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ് മനസ്സ്. ഈ പ്രപഞ്ചം മുഴുക്കെ ഉള്ളതാണ് ഇത് ദേഹി. അതുകൊണ്ട് നീ ശരീരത്തെ പറ്റി ചിന്തിക്കേണ്ട, ദേഹത്തെ പറ്റിയും ചിന്തിക്കേണ്ട. ദേഹി അയാളുടെ കാര്യം നോക്കിക്കോളും, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കൊള്ളുന്നതാണ് എന്നും. അടുത്തത് നോക്കാം. അന്തവന്തയമേ ദേഹേ നിത്യസ്വത്വം ശരീര അനാശിനോപമേയസ്യ തസ്മദ്യുജ്യസ്വഭാരത. നിത്യവും നാശമില്ലാത്തതാണ്. ഇതിന് യാതൊരു നാശമില്ല. ദേഹത്തിന് മാത്രമേ നാശമുള്ളൂ. അതിനെ നാശിപ്പിക്കാൻ കഴിയില്ല, അതിനെ കത്തിക്കാൻ കഴിയില്ല, അതിനെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ കഴിയില്ല, തുടയ്ക്കാൻ കഴിയില്ല, ഫ്ലയർ ചെയ്യാനും ഒന്നും കത്തിക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. ലോകം മുഴുക്കെ പരന്ന് കിടക്കുന്നതാണ് മനസ്സ് എന്ന് വെച്ചാൽ ജ്ഞാനം. അത് ദേഹിനോസ്മിൻ്റേതേകേ യസ്മാനം കൗലം ചേർത്ത് പറഞ്ഞില്ലേ. ഇനി ഏനം വ്യക്തിഹന്താരം യച്ചേനം മന്യദേഹതം ഉപഭൂതോ ന വിചായത്തോ ന്യായം ഗന്ധിന ഗന്യതേ. ആത്മാവിനെ ആരാണോ കൊല്ലുന്നത്? ആരെങ്കിലും കൊല്ലുന്നുണ്ടോ? ഇല്ല. ആത്മാവിന് മരണമില്ല. ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല. നമ്മളുടെ ശരീരം മാത്രമേ നശിക്കുള്ളൂ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു.
ജീവനുള്ളിടത്തോളം കാലം ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന് മരണമേ ഇല്ല. അതുകൊണ്ട് നീ ആത്മാവിനെ പറ്റിയോ ശരീരത്തെ പറ്റിയോ ചിന്തിക്കണ്ട. അടുത്തടുത്ത് പറഞ്ഞു, ശരീരത്തെ പറ്റി ചിന്തിക്കണ്ട. വേദാവിനാശനം നിത്യായേമേവ ദിവ്യം കഥം സ പുരുഷപ്പാർത്ത കങ്കാതായതി ഹന്തികം. ആത്മാവിനെ നാശമില്ലാത്തവനെന്നും നിത്യവത്താവെന്നും നീ മനസ്സിലാക്കണം. ഞാൻ എടുത്തെടുത്ത് പറയണ ഭഗവാൻ ഓരോ ഇതിൽ സ്റ്റാൻസിലും പറയുന്നത് തന്നെ ആത്മാവിന് നാശമില്ല, ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല, ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, ആത്മാവ് വായു പോലെയാണ്, അവനെ കാണാൻ കഴിയില്ല, അവനെ സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനെല്ലാം വിപരീതമാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം ഉണ്ടാക്കപ്പെടുന്നു, മനുഷ്യനെ ഉണ്ടാക്കപ്പെടുന്നു. പക്ഷേ ആത്മാവ് ഒരിക്കലും ഉണ്ടാക്കപ്പെടുന്നില്ല. ഏതൊരു ആത്മാവ് ഈ പുതിയ ശരീരത്തിൽ വന്നു ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എങ്ങനെയാണ് വാ സംശീർണാനി യഥാ വികായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വികായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. ശരീരത്തിൽ വസ്ത്രങ്ങൾ, നമ്മൾ ജീർണിച്ച വസ്ത്രങ്ങൾ എങ്ങനെ മാറ്റുന്നുവോ, പഴയ വസ്ത്രങ്ങളെടുത്ത് പുതിയ വസ്ത്രങ്ങൾ, പഴയ വസ്ത്രത്തെ കളഞ്ഞ പുതിയ വസ്ത്രങ്ങൾ എങ്ങനെയോ ഇടുന്നുവോ, അതുപോലെ ആത്മാവ് നമ്മുടെ ശരീരം ജീർണിക്കുമ്പോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ജീർണിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങൾക്ക് ശക്തി നശിക്കുമ്പോൾ, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് യാതൊന്നും ചെയ്യാതെ കഴിയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, മരണാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അത് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നു. വളരെ നല്ലൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എടുത്തെടുത്ത് പറയുന്നുണ്ട് ആത്മാവിന് മരണമില്ല, അതുകൊണ്ട് നീ ശരീരത്തെപ്പറ്റി ചിന്തിക്കണ്ട. നീ യുദ്ധത്തിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നിൻ്റെ ശരീരം പോവും, തീർച്ചയാണ്. ഇനി ജയിച്ചു എന്ന് വയ്ക്കുക, കുറേ കാലം കഴിഞ്ഞാലും ശരീരം നഷ്ടപ്പെടും, നിൻ്റെ ആത്മാവിന് നഷ്ടമില്ല. അപ്പോൾ നീ ആ ശരീരത്തെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, യാതൊരു പ്രയോജനവുമില്ല. നീ കൗമാരം യൗവനം ജല പറഞ്ഞെന്ന് നീ 100 വർഷം 1000 വർഷം ഇരുന്നാലും യൗവനമായി ജീവിക്കണം വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. മരണം നിശ്ചയം. ആ ശരീരത്തെപ്പറ്റി നീ ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കാനേ പാടില്ല. നീ നിൻ്റെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അച്യുദ്യോയം അക്ലോദ്യ ശേഷിയേവച നിത്യസർവഗതം സ്ഥാനു അചലോയം സനാതനം. ഞാൻ പറഞ്ഞില്ലേ, ഈ ശരീരം ഛേദിക്കുന്നില്ല, ദഹിക്കുന്നില്ല, കത്തിക്കുന്നില്ല, തുടച്ചാൽ വൃത്തിയാക്കാൻ കഴിയുന്നില്ല, നനയുന്നില്ല, പറക്കുന്നില്ല, ഒരുമില്ല. ആത്മാവ് അതിൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അത് നമുക്കും അറിയില്ല, കാണാനും കഴിയില്ല, സ്പർശിക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ആത്മാവ്. ശരീരമാണെങ്കിലോ നേരെ വിപരീതമാണ്. ശരീരത്തെ നമുക്ക് സ്പർശിക്കാൻ പറ്റില്ലേ, കാണാൻ പറ്റില്ലേ, ദഹിപ്പിക്കാൻ പറ്റില്ലേ, നനയ്ക്കാൻ പറ്റില്ലേ, പക്ഷേ ഇതൊന്നും അതിന് കഴിയില്ല. അപ്പോൾ ഇതെല്ലാം കഴിയുന്ന ഇത് വെറും മായയാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ശരീരം. ശരീരം നശിക്കും. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, നീ ചിന്തിക്കാൻ പാടില്ല. വെരി ക്ലിയർ. നീ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താണ്? യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന നീ ഇനി നിൻ്റെ ലക്ഷ്യം എന്താണ്? യുദ്ധം മാത്രമാണ്. ശരീരത്തെ പറ്റി ചിന്തിക്കേണ്ട, യുദ്ധം നീ ചെയ്യണം എന്നുള്ളത് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി നീ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നീ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ നിൻ്റെ ശരീരത്തെ പറ്റിയാണ് ദുഃഖിക്കുന്നത്. ആ ശരീരത്തെ പറ്റി ഒരിക്കലും ചിന്തിക്കേണ്ട, ഒരിക്കലും ദുഃഖിക്കേണ്ട. ജാതസ്യ ധ്രുവവും മുക്തിധ്രുവം ജന്മവ്രസ്യത തസ്മദ്യപരൂത്യേ നക്തം ശോധിസുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജനിച്ചവന് മരണമുണ്ട്, മരിച്ചവന് ജനനമില്ല. അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം കഴിവ് വേണം കേട്ടോ. ഇയാൾ എന്തെങ്കിലും പറഞ്ഞു പോകണമെന്ന് കണക്കാക്കരുത്. ഞാനെന്താ പറഞ്ഞത്? ജനിച്ചവന് മരണമുണ്ട്, തീർച്ചയാണ്. പക്ഷെ മരിച്ചവന് ജനനമില്ല. അതായത് ആ ആത്മാവ് വേറെ പോയി കഴിഞ്ഞു, ഇനി ആ ശരീരം നിങ്ങൾക്ക് കിട്ടില്ല എന്നർത്ഥം. ഇനി ആ ശരീരത്തിനെ തന്നെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ യു കാനോട്ട് ഡു. യാതൊരു സംശയമില്ല. ആ ശരീരം പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു, അത് നഷ്ടപ്പെട്ടോ. അത് നല്ല പൂർണ്ണ ആരോഗ്യവാനായാലും ശരി, വയസ്സായാലും ശരി, ചെറുപ്പക്കാരായാലും ശരി, നഷ്ടപ്പെട്ട ശരീരം നമുക്ക് വീണ്ടെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പോകുന്ന ആത്മാവിനെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നീ ശരീരത്തിനെ പറ്റി ചിന്തിക്കണ്ട.
അടിച്ചടിച്ച് പറയുന്നു, ശരീരത്തിനെ പറ്റി നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ആശ്ചര്യവത് പശ്യതി കഞ്ചിരേനം ആശ്ചര്യവശ്ചതി തഥൈവ ജന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി സുതോപുനം വേദന ചൈവൈന്യം. ആത്മാവിനെ ചിലർ അത്ഭുതമായി കാണുന്നു, ചിലർ അത്ഭുത വസ്തുക്കളിൽ നിന്ന് അത്ഭുതം. ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏത് വിധത്തിൽ കണ്ടാലും ആത്മാവിൻ്റെ സ്ഥാനം അത് തന്നെയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഈ വാക്ക്. ശ്ലോകങ്ങൾ മാറുന്നുണ്ടെങ്കിലും, ശ്ലോകങ്ങളുടെ അർത്ഥം, ഉദാഹരണങ്ങൾ മാറുന്നുണ്ടെങ്കിലും യഥാർത്ഥ അർത്ഥം ഒന്ന് തന്നെയാണ്. ആത്മാവിനും ശരീരത്തിനുമുള്ള ബന്ധം മരണം വരെ മാത്രമേ ഉള്ളൂ. ആത്മാവിന് മരണമില്ല, ശരീരത്തിന് മരണമുണ്ട്. ആത്മാവ് നശിക്കുന്നില്ല, ശരീരം നശിക്കുന്നു. ഇതാണ് എല്ലാ ശ്ലോകങ്ങളിലും കഴിക്കുന്നത്. ഉദാഹരണങ്ങൾ പലതാണ്. അതുകൊണ്ട് അർത്ഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നോക്കൂ, ആത്മാവിനെ പറ്റി ഇത്രയധികം പറഞ്ഞു. ഈ അർജുനൻ ആത്മാവിനെ പറ്റി ആദ്യം ചിന്തിച്ചത് കൊണ്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. ശരീരത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടല്ലേ ഇത്രയും വൈകിച്ച്. ഈ യുദ്ധം എന്നോ ചെയ്യേണ്ടതാണ് ഇത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ആദ്യം ചെയ്യാത്തത്? ആദ്യം ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? ആദ്യം ഇയാളിരുന്നില്ല, ആദ്യം സ്വധൈര്യം പറഞ്ഞു. അന്ന് ആ പുരുഷനായിരുന്നു, അന്ന് പുരുഷനെ പോലെ പറഞ്ഞു യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ അതേ വ്യക്തി യുദ്ധക്കളത്തിൽ വളർന്നപ്പോൾ തളർന്നു നിൽക്കുന്നു. ആലോചിച്ച് നോക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഇത്. യുദ്ധം ചെയ്യണം എല്ലാം കൊണ്ട് തീരുമാനിച്ച വ്യക്തി, അതേ വ്യക്തി യുദ്ധക്കളത്തിൽ വളർന്ന് തളരുന്നു. അപ്പം അങ്ങനത്തെ വ്യക്തികൾ എന്തുകൊണ്ട് തളരുന്നു? തളരാൻ പാടില്ല. അതിനാണ് ആത്മാവിനെ കണ്ടിച്ച് ഓരോ ഉദാഹരണങ്ങളായി അദ്ദേഹം വിവരിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അതിനു മുമ്പ് യേഷാദേ ദിഗിമത് സംഖ്യോ ബുദ്ധിർയോഗോ സ്ഥിരാംശനു ബുദ്ധ്യായുക്തയയാ പാത്ത ധർമ്മബന്ധം കരിഷ്യതേ. സാഖ്യയോഗമാണ് ഇതുവരെ ഉപദേശിച്ചത് അദ്ദേഹം. ഇനി അദ്ദേഹം പറയുന്നു, ഞാൻ കർമ്മയോഗം പറഞ്ഞു വരാം. കർമ്മയോഗം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും കാര്യങ്ങൾ. കർമ്മയോഗത്തിൽ പറയാം. നമ്മളടുത്ത കർമ്മയോഗത്തിലേക്ക് പോകണം. വെരി ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ്. ഇത് തന്നെ പറഞ്ഞു ഒപ്പിക്കുകയാണ് ഞാൻ ഒരിക്കലും അഹംഭാവത്തോടു കൂടി പറയില്ല. ഇത് സാധിക്കാത്ത കാര്യങ്ങളാണ്. എന്നാലും ആഗ്രഹം കൊണ്ട് സാധിക്കുന്നു മാത്രമല്ല. രണ്ട് കാരണങ്ങൾ. ഒന്ന്, എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. രണ്ടാമത്, സംസ്കാരം, നമ്മുടെ സംസ്കാരം നശിക്കരുതേ എന്നുള്ള ഉദ്ദേശം കൊണ്ട് അറിയുന്നു പറഞ്ഞു വാങ്ങി. അതുകൊണ്ട് അടുത്തത് നമുക്ക് കർമ്മയോഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു, ഇതിനെ ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കാരണങ്ങൾ ഞാൻ വ്യക്തമായി പലതവണ പറഞ്ഞു കഴിഞ്ഞു. ചില സാങ്കേതിക കാരണം കൊണ്ട് അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇതിൽ നിങ്ങൾ പകർത്തണം. നമ്മുടെ സംസ്കാരം നശിക്കരുത്. അതിനുള്ള കാരണം നമ്മൾ തന്നെ ആവരുത്. അതുകൊണ്ട് നമസ്കാരം. അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. കർമ്മയോഗം ആയിരിക്കും. വളരെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ്, എങ്കിലും ഞാൻ പരമാവധി നോക്കാം.